സ്വാഗതം. 59 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ആൽപ്സിലെ ഏറ്റവും ഉയർന്ന മേഖലയായ മൗണ്ട് ബ്ലാങ്കിൽ തകർന്നു വീണ വിമാനത്തോടൊപ്പം ഇന്ത്യയുടെ വലിയ ശാസ്ത്ര സ്വപ്നങ്ങൾ കൂടിയാണ് പൊലിഞ്ഞത്. ഇന്ത്യയുടെ ശാസ്ത്രരംഗത്തെ ചുവടുവെപ്പുകൾ മുളയിലെ നുള്ളിക്കളയാൻ ഏതോ ദുശക്തികൾ ആ വിമാനം ബോംബ് വെച്ച് തകർത്ത് രാജ്യത്തിന്റെ ആണവ പിതാവ് ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബയുൾപ്പെടെയുള്ള അതിലെ യാത്രക്കാരെ കൊന്നു തള്ളുകയായിരുന്നു എന്ന സംശയത്തിന് ബലം നൽകുന്ന രീതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ബാബയുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാവാത്തത് ആ ദുശക്തികൾക്ക് വലിയ നേട്ടവും ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാണെങ്കിലും ബാബയുടെ പിൻഗാമികൾ അദ്ദേഹം തുടങ്ങിവെച്ച ദൗത്യങ്ങൾ ഓരോന്നും ഇന്ത്യൻ മണ്ണിൽ യാഥാർത്ഥ്യമാക്കി ആ തിന്മയുടെ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാസങ്ങൾ കൊണ്ട് തന്നെ പൊക്രാനിൽ നിന്നുൾപ്പെടെ ശുഭവാർത്തകൾ കൈമാറി അത്തരക്കാർക്ക് വലിയ തെറ്റുപറ്റിയെന്ന് ഇന്ത്യ തെളിയിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു ആണവ ശക്തിയായി മാറുമെന്ന് ആകാശവാണിയിലൂടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബാബ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. രാജ്യത്ത് ആണവ പദ്ധതിക്ക് അംഗീകാരം നൽകിയ അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ദുരൂഹ സാഹചര്യത്തിൽ താഷ്കണ്ടിൽ വെച്ച് മരിച്ചതിന് 11 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ബാബയുടെ മരണം. ഇവയെല്ലാം ബാബ സഞ്ചരിച്ച വിമാനത്തിനുണ്ടായ അപകടം യാദൃശ്ചികതയിൽ അല്ല എന്ന് വിരൽ ചൂണ്ടുന്നതാണ്. പിന്നാലെ അമേരിക്കയുടെ ചാരസംഘടനയായ CIA ഉദ്യോഗസ്ഥൻ ആ വിമാനം തങ്ങൾ ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുക കൂടി ചെയ്തതോടെ അദ്ദേഹത്തെ അമേരിക്ക കൊല്ലുകയായിരുന്നുവെന്ന സംശയം ബലപ്പെട്ടു. ഇന്ത്യയുടെ ആണവ ഗവേഷണ പരിപാടിയുടെയും ആണവായുധ പദ്ധതിയുടെയും എല്ലാം തുടക്കക്കാരനായിരുന്നു ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ ഒരു അണുശക്തി രാജ്യമായി മാറ്റുന്നതിന് വേണ്ടി കൈപ്പിടിച്ച് നടത്തിയത് ഇദ്ദേഹമായിരുന്നു. ഇത് വൻ ശക്തികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയത്. അവസരം കാത്തിരുന്ന അവർ വിയന്നയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തിന് വിമാനത്തിൽ കെണിയൊരുക്കുകയായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. ഏതായാലും ഇന്ത്യൻ മനസ്സിനെ നൊമ്പരപ്പെടുത്തി ഇന്നും ആ സംശയം അതുപോലെ അവശേഷിക്കുകയാണ്. 1909 ഒക്ടോബർ 30 ബോംബെയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ഹോമി ജഹാംഗീർ ബാബയുടെ ജനനം. 1929 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിലേക്കും ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തേക്കും കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് ഇന്ത്യക്ക് ആണവ മേഖലയിലേക്ക് അതിവേഗം എത്താൻ സഹായിച്ചത്. എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകളിലൊന്നായ കാവൻഡിംഗ് ലബോറട്ടറിയിൽ ഗണിതശാസ്ത്രവും സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രവും കോസ്മിക് കിരണങ്ങളെക്കുറിച്ചും പഠിച്ചു. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ പോൾ ഡിക്കാർഡിന്റെ കീഴിലായിരുന്നു പഠനം. വിദ്യാർത്ഥിയായിരിക്കെ കോപ്പൻഹേഗനിൽ നോബൽ സമ്മാന ജേതാവായ നീൽസ് ബോറിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ക്വാണ്ടം തിയറി വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1951, 53, 56 കാലഘട്ടങ്ങളിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് ലോക മഹായുദ്ധ കാലത്ത് US, UK ആണവായുധ പദ്ധതികളിൽ പ്രധാന പങ്കുവഹിച്ചതുൾപ്പെടെ അന്നത്തെ ഏറ്റവും മികച്ച ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ആളായിരുന്നു. 1939 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ബാബ നോബൽ സമ്മാന ജേതാവ് CV രാമന് കീഴിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിന്റെ റീഡറായി ചുമതലയേറ്റു. ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിനായി അശ്രാന്തമായി വാദിച്ച ബാബ ഇന്ത്യ ആണവശക്തിയായി മാറണമെന്നും അണ്വായുധ ശേഷി കൈവരിക്കണമെന്നും ആഗ്രഹിച്ചു. നാം ആദ്യം അണ്വായുധ ശേഷി ആർജിക്കണം, എന്നിട്ട് മതി ആണവ നിർവ്യാപനത്തെയും മഹാത്മാഗാന്ധിയുടെ അഹിംസയെയും കുറിച്ച് ചിന്തിക്കാൻ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടെ രാജ്യത്തിന്റെ സ്വന്തം ആണവശേഷി കെട്ടിപ്പടുക്കുന്നതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ ആണവ സാങ്കേതിക വിദ്യക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1948 ആണവോർജ നിയമം പാസാക്കി. പിന്നാലെ ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിക്കുകയും ആണവ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണസമിതിയാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ ചെയർമാനായിരുന്ന ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 1956 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര റിസർച്ച് റിയാക്ടർ പ്രവർത്തനക്ഷമമാക്കി അതൊരു നിർണായക നേട്ടമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്സരയെ കൂടാതെ സൈറസ്, സെർലീന എന്നീ റിയാക്ടറുകളും സമ്പുഷ്ട യുറേനിയം പ്ലാന്റും
പ്ലൂട്ടോണിയം പ്ലാന്റും താരാപൂർ ആണവ നിലയവും ബാബയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഇന്ത്യയുടെ പ്രധാന ആണവ കേന്ദ്രവും ആയുധ വികസന ലബോറട്ടറിയുമായി മാറിയ ട്രോംബയിലെ ആറ്റമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അടിത്തറ പാകുന്നതിനും ബാബ മുഖ്യ പങ്കുവഹിച്ചു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി 1967 ജനുവരി 12 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആറ്റമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ട്രോംബയെ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. ഇന്ത്യ ആണവ ശക്തിയാകണമെന്ന് ശക്തമായി വാദിച്ച ബാബയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു ഇന്ത്യയുടെ 1974 ആദ്യത്തെ ആണവ പരീക്ഷണം. ഊട്ടിയിലെ റേഡിയോ ടെലസ്കോപ്പും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ISRO സ്ഥാപിക്കുന്നതിന് വിക്രം സാരാഭായിക്ക് വേണ്ട പിന്തുണ നൽകുന്നതിനും ബാബ ശ്രദ്ധ ചെലുത്തി. ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പ്രസിഡന്റ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഡയറക്ടർ, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിന്റെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രം പത്മഭൂഷൺ ബഹുമതി നൽകി ഈ അതുല്യ ശാസ്ത്ര പ്രതിഭയെ ആദരിച്ചു. സമാധാനപരമായി ആണവോർജം ഉപയോഗിക്കുന്നതിന് വേണ്ടി ജനീവയിൽ നടന്ന ആദ്യ UN സമ്മേളനത്തിന് നേതൃത്വം നൽകിയതും ബാബയായിരുന്നു. ലോകമെമ്പാടും ആണവോർജ നിയന്ത്രണവും അണുബോംബുകളുടെ നിരോധനവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആണവ സംയോജനം വ്യവസായങ്ങൾക്ക് പരിധിയില്ലാത്ത ശക്തി പകരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ഒരു ആറ്റമിക് റിയാക്ടർ നിർമ്മിക്കുന്നതിന് ഇന്ത്യയുടെ ദുരിതവും ദാരിദ്ര്യവും കുറക്കാൻ സഹായകമാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഈ സ്വപ്നങ്ങളെല്ലാമാണ് അന്ന് തകർന്നു വീണത്. പക്ഷേ അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. അതിന്റെ കരുത്തിൽ നാം ഏറെ മുന്നോട്ട് പോയി. ആൽപ്സിലെ മോണ്ട് ബ്ലാങ്ക് പർവ്വത നിരകളിൽ മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ ചില രഹസ്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. 1966 പഴയ ഇന്ത്യൻ പത്രങ്ങൾ ഉൾപ്പെടെയാണ് ഈയടുത്ത് പർവ്വത നിരകൾ ഉരുകിയൊലിച്ച് മഞ്ഞിനൊപ്പം പുറത്തെത്തിച്ചത്. 2013 ഇവിടെ നിന്ന് മരതകം, ഇന്ദ്രനീലം, മാണിക്യം എന്നിവയടക്കം വിലപിടിപ്പുള്ള കല്ലുകൾ അടങ്ങിയ പെട്ടി കണ്ടെത്തിയിരുന്നു. $2,75,000 വിലമതിപ്പുള്ള കല്ലുകളാണ് അന്ന് ലഭിച്ചത്. 2017 ഇവിടെ നിന്ന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണിപ്പോൾ പത്രങ്ങളും കണ്ടെത്തിയത്. 6 പതിറ്റാണ്ടോളം മഞ്ഞുമലകൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യ ശേഖരം പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അമേരിക്കൻ ചാരസംഘടനയുടെ കറുത്ത കരങ്ങൾ കൊന്നു തള്ളിയെന്ന് പലരും വിശ്വസിക്കുന്ന ബാബയുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളും എന്നെങ്കിലും പുറത്തു വരുമെന്ന പ്രത്യാശക്ക് കരുത്തു പകരുന്നുണ്ട്.